അവിടെ തീർന്നു. അപ്പം നമ്മൾ എന്ത് വെച്ചു? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങളുടെ ഭരണ, ഞങ്ങളുടെ ഭരണ, നമ്മളങ്ങ് ഭരിക്കും, നമ്മൾ നമ്മുടെ കാര്യത്തിന് ഭരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അന്തർദേശീയമായി ജനാധിപത്യം എന്ന വാക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്, അർത്ഥതലമുണ്ട്. അത് ഇതിനേക്കാൾ സിമ്പിളാണ്. ഇത്രയധികം പറഞ്ഞു പഠിക്കേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ വളരെ ലളിതമായി നമുക്കങ്ങ് പറയാൻ പറ്റും. ഒരു രാജ്യത്ത് റിപ്പബ്ലിക്കിനകത്ത് എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവസരങ്ങളും, ആൺപെൺ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ആശയങ്ങളുടെ വ്യത്യാസമില്ലാതെ, രുചിഭേദങ്ങളുടെ വ്യത്യാസമില്ലാതെ, ഇടുന്ന വസ്ത്രത്തിൻ്റെ വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ഇതിനെല്ലാം അകത്ത് വരുന്ന ബഹുസ്വരതയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കിട്ടുന്ന നീതിയും അവസരങ്ങളും. എന്തിനെല്ലാമുള്ള അവസരങ്ങൾ? അതാണ് ഇന്ത്യയുടെ ഭരണഘടന പിന്നീട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. തുല്യതയ്ക്കുള്ള അവസരം, ആവിഷ്കാരത്തിനുള്ള അവസരം, മതത്തിനുള്ള അവസരം, ആരാധിക്കാനുള്ള അവസരം, തൊഴിലെടുക്കാനുള്ള അവസരം, നടക്കാനുള്ള അവസരം, ഇരിക്കാനുള്ള അവസരം, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം. പ്രിയാമ്പിളിൽ മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ബൃഹത്തായ ഭരണഘടന, ലോകത്തിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, നമ്മളുടെ മുമ്പേ നടന്നിരിക്കുന്ന വികസിത പുരോഗമന ആശയങ്ങളുടെ നാടുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ സാംശീകരിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മൂല്യങ്ങളെ എഴുതി ചേർത്ത് ഘടനാപരമായ ഒരു നാടിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനും ഭരണത്തിനും പുരോഗതിക്കും ജീവിതത്തിനും എന്താണ് എന്ന് തീരുമാനിച്ച ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന. ഇന്ന് ഭരണഘടനയെ തള്ളി പറയുന്നവർ പറയുന്ന ഏറ്റവും വലിയ അവകാശവാദം എന്താ? ഇത് ഇന്ത്യയുടെ സ്വന്തം സംസ്കാരമല്ല, ഭരണഘടന ഇന്ത്യയിൽ നിന്ന് മാത്രമുണ്ടായതല്ല, ഇന്ത്യയുടെ ആശയങ്ങളെ വെച്ച് എഴുതി ചേർത്തതല്ല, ഫ്രാൻസിൽ നിന്ന് വന്നു, അമേരിക്കയിൽ നിന്ന് വന്നു, അങ്ങനെ പലയിടത്തു നിന്നും വന്ന ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. വൈദേശികമാണ്, ദേശീയ സാംസ്കാരികതയിൽ ഊന്നി നിന്നുള്ള രാജ്യമാണ് നമ്മളുടേത്. പകരം വൈദേശിക സ്വഭാവമുള്ള മൂല്യങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന, എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടന ഇന്ത്യക്ക് വേണ്ട എന്നാണ് ദേശീയ സാംസ്കാരികത എന്ന് ഓമനപ്പെട്ട് വിളിച്ച് വർഗീയതയ്ക്ക് ഇടം നൽകുന്ന ഭരണാധികാരികൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. പക്ഷെ അതല്ല. നമ്മളുടെ മുമ്പേ ലോക മാനവികതയുടെ പുരോഗതിയുടെ നല്ല നടത്തിപ്പിലേക്ക്, സാംസ്കാരിക നടത്തിപ്പിലേക്ക്, വളർച്ചയിലേക്ക്, വികാസത്തിലേക്ക്, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേ പോയിട്ടിരിക്കുന്ന കെട്ടുറപ്പുള്ള മൂല്യങ്ങൾ, അതെവിടെ നിന്നാണെങ്കിലും അതിനെയും കൂടി ചേർത്ത് വെച്ച് സാംശീകരിച്ച് നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് അത് നമ്മളുടെ മുന്നോട്ടുള്ള നടത്തത്തിന് മുൻപാഠങ്ങൾ പോലെ, മാതൃകകൾ പോലെ നമ്മൾ ചേർത്ത് വെക്കുന്നിടത്താണ് ലോകത്തിൽ ഏറ്റവും ബൃഹത്തായി ഈ ഭരണഘടന മാറിയത്. നമുക്കത് പറയാൻ കഴിയണം. നമ്മളുടെ ഭരണഘടനയിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവരോട് നമ്മളുടെ ഭരണഘടനയിൽ ഇങ്ങനെ ഉണ്ടായേ പറ്റൂ. കാരണം ഇത് മാനവ വിമോചനത്തിനുള്ളതാണ്, മനുഷ്യൻ്റെ നല്ല നടത്തിപ്പിനുള്ളതാണ്, വർഗങ്ങളുടെ നല്ല നടത്തിപ്പിനല്ല. എന്താണ് വർഗീയത? വർഗീയത വർഗത്തെ സംബന്ധിക്കുന്നതാണ്. എന്താണ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ കിടമത്സരങ്ങളല്ല രാഷ്ട്രീയം, പകരം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്ത് കാര്യവും രാഷ്ട്രീയമാണ്. നമ്മളുടെ ഭരണം, നമ്മളുടെ നടപ്പ്, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആതുര സേവനം, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അനിവാര്യതകളെക്കുറിച്ചെല്ലാമുള്ള ഘടനാപരമായ സാമ്പ്രദായികമായ നടത്തിപ്പ്, അത് രാഷ്ട്രീയ അധിഷ്ഠിതമാണ്. അതുതന്നെയാണ് രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. അല്ലാതെ BJP, കോൺഗ്രസ്, മാർക്സിസ്റ്റ്, CPI, CPM, അതിൻ്റെ പിരിവുകൾ, അതിൻ്റെ ഉൾപ്പിരിവുകൾ, ഇങ്ങനെയുള്ള പിരിവുകളുടെ കക്ഷി രാഷ്ട്രീയ വേദികളുടെ ആശയ സംവാദങ്ങളല്ല രാഷ്ട്രീയം. അതും കൂടി ഉൾക്കൊള്ളുന്ന നമ്മളുടെ സമൂർത്തമായ ജീവിതത്തിൻ്റെ ഇടപെടലുകളാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയവാദിയാണ് എന്ന് പറയാനുള്ള ഉൾക്കരുത്ത് നമ്മൾക്കുണ്ടാവണം, സാക്ഷരത നമ്മൾക്കുണ്ടാവണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രീയപരമായി എല്ലാ പ്രവർത്തനവും നടക്കുന്ന നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ ലോകത്ത് ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയക്കാരിയാണ്.